ഇതാണ് ഏറ്റവും ഒടുവിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നു. ഇയാളുടെ ചിത്രം പ്രേക്ഷകർ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കുകയോ ചെയ്യുക. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾ ആ ദൃശ്യം കുറച്ചധികം നേരം നമുക്ക് സ്ക്രീനിൽ നിർത്തണം. ഇയാൾ പല കാലങ്ങളിൽ പല രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇയാൾക്കൊരു താടി ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ചെറിയൊരു താടി, ഒരു കുറ്റിത്താടി പോലൊരു താടി. ഇയാളുടെ കൈപ്പാദമില്ല എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇയാൾ മുണ്ടും ഷർട്ടുമാണ് അവിടെ ഇട്ടിരുന്നത്. ജയിലിനുള്ളിലെ കുറ്റവാളിയായ ഗോവിന്ദച്ചാമിയുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇയാളുടെ ദൃശ്യം പ്രേക്ഷകർ സൂക്ഷിച്ച് മനസ്സിലാക്കുക. 6 അടി പൊക്കമുണ്ട്, ആരോഗ്യ ദൃഢഗാത്രനാണ്. ഇയാളുടെ കയ്യിൽ കൈപ്പത്തിയില്ല. ഇയാളുടെ മുഖഭാവം നേരത്തെ ഉണ്ടായിരുന്ന മുഖഭാവമേ അല്ല. ഇയാൾ 15 വർഷം മുമ്പ് പിടികൂടുന്ന സാഹചര്യത്തിലുള്ള ആളെയല്ല ഇയാൾ. പൂർണ്ണമായിട്ടും ഇയാൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, നാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കുറ്റവാളിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇയാളെ തിരയാൻ കണ്ണൂരിലെ നല്ലവരായ എല്ലാ മനുഷ്യരും അവർക്ക് സാധ്യമാവുന്ന രീതിയിൽ ഈ വിവരങ്ങൾ കൈമാറുകയോ ഇയാളെ കാണുന്ന മാത്രയിൽ പോലീസിനെ അറിയിക്കുകയോ ചെയ്യുക. വിമർശനങ്ങളും വീഴ്ചകളും ഒക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടണം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ആദ്യം നമുക്ക് ഗോവിന്ദച്ചാമിയെ പിടികൂടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഇറങ്ങുക. നമ്മുടെ സഹോദരിമാരുടെ, നമ്മളുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ ഒക്കെ കണ്ണീർ ഇനിയും വീഴാൻ പാടില്ല.